അനിയത്തിയാണോ വെളിയിലിരുന്നത്? ആരാ പറഞ്ഞ ഫാനോ? ഞാൻ കയറി വന്നപ്പോ ഇവൻ ഏതാന്ന്? കന്നി അംഗമാണ് ചേട്ടൻ. കഞ്ഞിയോ? കന്നി. എനിക്ക് ഒരുപാട് കാമുകിമാരുണ്ട്. അതിൽ ആരുടെ കാര്യം ചോദിച്ചേ? ആരെങ്കിലും എടുത്തു. ഞാനൊരു കാര്യം പറയും, ഇത് കാണുന്നവരോടാണ്. നിങ്ങൾക്ക് ബ്രേക്കപ്പ് റിലേഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ചു തരും. അല്ലാതെ ഒരു മെന്റലിസ്റ്റിനെയും ഒരു സൈക്കോളജിസ്റ്റിനെയും ഒന്നും പോയി കാണണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. എന്നെ നോക്കി എന്റെ കണ്ണീന്ന് മാറരുത്. എന്നിട്ട് പാട്. കണ്ണി നോക്കിയാലാണ് വരാത്തത്. നോക്കിയാൽ വരാത്തത്, പക്ഷെ ഇപ്പൊ വരും. പാട്. എന്റെ കണ്ണി നോക്കി ശരിക്കും പാട്. കൂടുതൽ നവീകരിക്കപ്പെട്ട ഞാൻ ആവാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അല്ലാതെ ആരെയും ഇമിറ്റേറ്റ് ചെയ്യാനല്ല. പറയുമ്പോ കിടന്നങ്ങ് വീഴും. പിന്നെ വരുമ്പോ നമ്മള് പോകും. അപ്പൊ ഈ കമന്റ് ബോക്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതെങ്ങാനും മിസ്റ്റേക്ക് കാരണം അത് ആ ആൾ അങ്ങനെ തന്നെ നിന്നു പോയാലോ എന്നൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ മിസ്റ്റേക്ക് കാരണം നിന്നു പോകുന്നതല്ല, അവരെ തിരിച്ച് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് പരിപാടിയുണ്ട്. അത് ചെയ്യണം. അത് ചെയ്യില്ലെങ്കിൽ സീനാണ്. മിസ്റ്റേക്ക് പറ്റിയാ പറയും. സച്ചിൻ ഔട്ട് ആവാറില്ലേ? ധോണി ഔട്ട് ആവാറില്ലേ? ഞാൻ പറയും. അല്ല, ഞാൻ ഇത് മെന്റലിസത്തിലെ കാര്യം പറഞ്ഞു. മിസ്റ്റേക്ക് വന്നാൽ ഞാൻ പറയും, ഇത് പ്രശ്നം ഔട്ട്. ഇത് ആരാ ഇത്? ആരെ ഇന്റർവ്യൂ വിളിച്ചെടുത്തിരിക്കണേ? കഞ്ഞി ഇന്റർവ്യൂ എന്നല്ലേ ആദ്യം പറഞ്ഞേ? അതുകൊണ്ട് ഞാൻ തരാം. അല്ല, ചേട്ടൻ എന്നെ കണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ടെൻഷൻ ഉണ്ട്. അതിവിടെ ആർക്കും മനസ്സിലായില്ലേ? കട്ട് ചെയ്യരുത്, ഇതൊന്നും കട്ട് ചെയ്യരുതാ. എല്ലാം ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങാനുള്ളതാണ്. ഉറങ്ങാനോ? ഇതൊട്ടും താല്പര്യമില്ല. അങ്ങനെ ഒരാൾ വന്ന ചേട്ടൻ ഇത് വർക്കൗട്ട് ആവും. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ, ഹായ്, ഐ എം രേവതി. വെൽക്കം ടു ചക്കം പക്കം. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ഞാനൊരു ആദ്യത്തെ മുഖമാണെന്ന്. എങ്കിൽ പോലും ഞാൻ ഇന്ന് നമ്മുടെ ഷോയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കേറെ സുപരിചിതമായ, നമ്മൾക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതും കണ്ണിലുണ്ണിയായ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം മെന്റലിസ്റ്റ് അനന്തുവിനെയാണ്. എങ്ങനെയുണ്ട് ഇൻട്രൊഡക്ഷൻ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമ്മുടെ ഷോയിലെ കന്നി അംഗമാണ് ചേട്ടൻ. കന്നി. എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ഞാൻ ചേട്ടൻ നിന്നാണ് പിച്ച വെച്ച് തുടങ്ങുന്നത്. അനുഗ്രഹിക്കണം. എല്ലാ അനുഗ്രഹവും. പിന്നെ എങ്ങനെ, സുഖല്ലേ? വീട്ടില് വീട്ടിലെല്ലാവർക്കും വിജയ് സൂപ്പറും മറ്റേ താഴെ മറ്റേ അവര് റൂമില് ലോക്ക് ചെയ്യുമ്പോഴേ എന്തൊക്കെയുണ്ട് സുഖം? അല്ല, സുഖല്ലേ? പിന്നെ എങ്ങനെ എല്ലാവർക്കും ലവർക്കൊക്കെ സുഖല്ലേ? എനിക്ക് ഒരുപാട് കാമുകിമാരുണ്ട്. അതിൽ ആരുടെ കാര്യം ചോദിച്ചേ? ആരെങ്കിലും എടുത്തു. ചുമ്മാ നിട്ട് നോക്കിയതാണ്. പിന്നെ ചേട്ടൻ കേട്ട് പഴകിയൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ അനന്തുവിൽ നിന്നും മെന്റലിസ്റ്റ് അനന്തുവിലേക്കുള്ള ഒരു ജേർണിയെ കുറിച്ച് ചളി പറഞ്ഞാൽ ഞാൻ പ്രശ്നമാവും. ഇനിയിപ്പോ നാളെ പോരട്ടെ. ചേട്ടൻ സ്റ്റാർട്ട് ചെയ്ത ഏജ് നല്ല ഏജാ. കുഞ്ഞിലെ ചെറിയ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തതാ. അല്ല, എനിക്കൊന്നും ഇപ്പോഴും എങ്ങോട്ടാ പോകണ്ടെന്ന് അറിയില്ലേ, അതുകൊണ്ടാ ചോദിച്ചത്. ഈ കുഞ്ഞിലെ ഏജ് എന്നൊക്കെ പറയുമ്പോ 9 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാ. എനിക്ക് 20 വയസ്സായി. എനിക്ക് എങ്ങോട്ടാ പോകണ്ടെന്ന് ഇപ്പോഴും അറിയില്ല. അതാ ചോദിച്ചത്. എങ്ങോട്ടാ പോയത് കഴിഞ്ഞിട്ട്? അറിയില്ല. എങ്ങോട്ടെങ്കിലും കിട്ടണ വേണ്ടി പോകും. പറയാൻ പറ്റൂല. അപ്പൊ ഇത് പ്രശ്നം കേട്ടോ. ഇത് ആരാ ആരെ ഇന്റർവ്യൂ വിളിച്ചെടുത്തിരിക്കണേ? വേറെ ഏതോ ഏലിയൻ ആണ്, മറ്റേ വേറെ ഇതിന്ന് വന്നാന്ന് തോന്നുന്നു. അപ്പോഴേ നമ്മൾ ഈ ആദ്യക്കല്ലേ ഈ എന്താ പറയാ, മാജിക് ചെയ്താലും എന്താ പറയാ മെന്റലിസം ചെയ്താലും സൈക്കോളജി പരമായ സാധനങ്ങൾ ചെയ്താലും ഒക്കെ നമുക്ക് മാജിക് ആണ് അല്ലേ? അന്നത്തെ കാലത്ത് എല്ലാവർക്കും അതൊക്കെ ഒരു മാജിക് അല്ലേ? ഇപ്പോഴല്ലേ പിന്നെ ആളുകള് മാജിക് ആണ് കൂടുതൽ ഉണ്ടായിരുന്നെന്ന് പറയാം. മെന്റലിസം കുറച്ച് പിന്നീടാണ് അറിഞ്ഞു വന്നത്. ഇപ്പോഴത്തെ ആളുകൾ കുറച്ചും കൂടി എല്ലാത്തിനും തരം തിരിച്ച് കാണാനും ഒക്കെ ആയി. എന്താ ഉദ്ദേശിച്ച? ശരി, മനസ്സിലായി. പോയി. അത് പ്രേതം സിനിമയൊക്കെ ഇറങ്ങിയതിനു ശേഷമാണ് മെന്റലിസം കുറച്ചുകൂടെ. ഞാൻ സീരിയസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ കഥ പറയാൻ തുടങ്ങും. ഞാനിത് ചോദിക്കാം. ഈ മറ്റേ സംഭവം മെന്റലിസം ചെയ്ത് ടക്ക് എന്ന് പറയുമ്പോ കിടന്നങ്ങ് വീഴും. പിന്നെ വരുമ്പോ നമ്മള് പോകും. അപ്പൊ ഈ കമന്റ് ബോക്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതെങ്ങാനും മിസ്റ്റേക്ക് കാരണം അത് ആ ആൾ അങ്ങനെ തന്നെ നിന്നു പോയാലോ എന്നൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ മിസ്റ്റേക്ക് കാരണം നിന്നു പോകുന്നതല്ല, അവരെ തിരിച്ച് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് പരിപാടിയുണ്ട്. അത് ചെയ്യണം. അത് ചെയ്യില്ലെങ്കിൽ സീനാണ്. അതാണ്
ആരെങ്കിലും ടക്കുന്നാക്കിയിട്ടുണ്ടോ വന്നിട്ട്? ഞാൻ ടക്കുന്നാക്കിയാലൊന്നും ആരും വീഴൂല. അല്ല, ആരെങ്കിലും വന്നിട്ട് രേവതിനെ ഇല്ല. എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞേ ഞാനിങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ്, കുറച്ച് പേരുടെ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചേട്ടനാണ് വരുന്നത്. അപ്പൊ അവരെ പറഞ്ഞ് എന്നെ ടക്കിന് നീട്ടി ഈ മെന്റലൊക്കെ ഒന്ന് മാറ്റി തരണം എന്നൊക്കെ പറഞ്ഞു. ടക്കുന്നാക്കാതെ തന്നെ ഇപ്പം ഞാൻ ഉദ്ദേശിച്ച സ്റ്റേറ്റിലാണ്, ട്രാൻസ് മോഡലാണ്. ഇപ്പൊ റിയാലിറ്റിയിലല്ല രേവതി, ആണല്ലേ? ടക്കുന്നാക്കേണ്ട കാര്യമില്ല. ഓക്കെ സന്തോഷം. പിന്നല്ലേ നമ്മളിപ്പം നമ്മുടെ മെന്റലിസം പഠിച്ചാൽ നമ്മുടെ ക്രഷുകളെ നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലെ? കുറച്ച് എത്ര കൃഷികളുണ്ട്? കുറെ ഉണ്ടേ. ഏതെങ്കിലും ഒന്നിനെ കിട്ടാൻ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം, പരിഗണിക്കാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പഠിക്കാം. അതിനുവേണ്ടി പഠിപ്പിക്കത്തില്ല, എനിക്കൊന്ന് പഠിക്കണമായിരുന്നേ. ആലോചിക്കാം. അതുപോലെ എന്താ പറയാ, ഈ ചേട്ടന് ഒരുപാട് മോട്ടിവേഷൻസ് ഒക്കെ കൊടുക്കണം. ഇപ്പൊ എന്റെ അനിയത്തി ഭയങ്കര ഫാനാണ്. അപ്പൊ ഈ മോട്ടിവേഷൻസ് ഒക്കെ കൊടുത്ത് ഈ ഗേൾസ് ഒക്കെ മെസ്സേജ്. അനിയത്തിയാണോ വെളിയിലിരുന്നത്? ആരാ പറഞ്ഞ ഫാനോ? ഞാൻ കയറി വന്നപ്പോ ഇവൻ ഏതാന്ന്. അതെന്താ പറയാ, കൊച്ചിനെ അങ്ങനെ അതൊന്നും വലിയ പിടുത്തല്ലേ. പോയി ഞാൻ എന്താ കൊച്ചിന് വലിയ പിടുത്തമില്ലെന്നല്ലേ ഇപ്പൊ പറഞ്ഞു. ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ എങ്ങനെ മെന്റലിസ്റ്റുകൾ ഇങ്ങനെ ഫാൻസിനൊക്കെ കാണുമ്പോ അയ്യോ ചേട്ടൻ ആ പരിപാടി കൊച്ചിനെ അറിയില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഉള്ളിലുണ്ട്, ഉള്ളിനകത്തേക്ക്. ഞാൻ പറഞ്ഞ ഈ മോട്ടിവേഷൻ ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ ഇതൊക്കെ ചോദിച്ച് ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ ഗേൾസ് ഒക്കെ മെസ്സേജ് അയക്കുമല്ലോ. അപ്പൊ ചേട്ടന്റെ ഭാഗത്തുനിന്ന് പോട്ടെ സാരമില്ലെന്ന് പറയും. എല്ലാം എന്ത് ചെയ്യും, പറ്റുന്ന പോലെയൊക്കെ ഒരു ഓക്കെ ആക്കാൻ നോക്കും. പറ്റുന്നവരെ അവര് ഞാനൊരു പരിധി വരെ ഞാൻ ഈ ബ്രേക്കപ്പ് റിലേഷനിലൊന്നും ഞാൻ ഇടപെടുന്ന ആളല്ല. എനിക്കത് ഇഷ്ടമില്ല. ഒരാളുടെ ലൈഫിലും തേർഡ് പേഴ്സൺ ആയിട്ട് ഇൻവോൾവ് അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. ഞാനൊരു കാര്യം പറയും, ഇത് കാണുന്നവരോടാണ്. നിങ്ങൾക്ക് ബ്രേക്കപ്പ് റിലേഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കും. അല്ലാതെ ഒരു മെന്റലിസ്റ്റിനെയും ഒരു സൈക്കോളജിസ്റ്റിനെയും ഒന്നും പോയി കാണണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കും. ഞാൻ അങ്ങനെ ആരുടെയും അങ്ങനെയൊക്കെ എങ്ങനെ ഇഷ്ടമാണ്. പിന്നെ ഓക്കെ ഡിപ്രഷൻ സ്റ്റേറ്റിലൊക്കെ വരുന്ന ആൾക്കാരെ നമുക്ക് ചിലപ്പം സംസാരിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ചേട്ടനി മെന്റലിസം ചെയ്യാനൊക്കെ പോവല്ലോ. അപ്പൊ ഏതെങ്കിലും കൊച്ചിനോട് അപ്പൊ ക്രഷ് എന്തെങ്കിലും മനുഷ്യനല്ലേ വരും. എനിക്ക് എന്നെ കണ്ട ക്രഷാണ്. അതൊരു ഭയങ്കര രോഗാന്നൊന്നും പറയല്ലേ, വെറുതെ പേടിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞ ആണോ? പക്ഷെ അവരെ പ്രണയമാണല്ലോ, പ്രണയിക്കാമല്ലോ. പ്രണയിക്കുന്നതിന് എന്താ നമ്മളൊന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അല്ല, പ്രണയത്തിലേക്ക് പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞതാ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്ന ആർക്കൊരു ദ്രോഹം ഇല്ലല്ലോ. വ്ളോഗൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ യൂട്യൂബർ അല്ല. ഞാൻ ഈ ഒരു ചോദ്യം കൊണ്ടാ ഞാൻ യൂട്യൂബിന്റെ വീഡിയോയുടെ പരിപാടി നിർത്തിയത്. ചേട്ടാ യൂട്യൂബർ അല്ലേ? യൂട്യൂബർ അല്ല ഞാൻ യൂട്യൂബ് തുടങ്ങിയത് തന്നെ ഞാൻ എന്റെ മെന്റലിസം ഷോസ് പ്രൊമോട്ട് ചെയ്യാനാണ്, അല്ലാതെ ഞാനൊരു യൂട്യൂബർ അല്ല. അതുപോലെ ചേട്ടൻ ഈ പ്രോഗ്രാമിനൊക്കെ കയറണം മുന്നേ എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുക്കും? അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കും, പൈസ വരാൻ. ഇല്ല വേറെ അത് മുഖ്യം, അത് വേണം. അത് ഞാൻ ചുമ്മാ പറഞ്ഞു, ഞാനൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ഇവന്റുകാരെ ചെയ്യണം. പൈസ വേണ്ടേ? പൈസ എല്ലാവരും നോക്കും, കുഴപ്പമില്ല. അല്ല എന്നാലും വേറെ നീ പ്രിപ്പറേഷൻസ് നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്ന സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ പോകുമല്ലോ. മിസ്റ്റേക്ക് പറ്റിയാ പറയും. സച്ചിൻ ഔട്ട് ആവാറില്ലേ? ധോണി ഔട്ട് ആവാറില്ലേ? ഞാൻ പറയും. അല്ല ഞാൻ ഇത് മെന്റലിസത്തിലെ കാര്യം പറഞ്ഞു. മിസ്റ്റേക്ക് ഒന്നും ഞാൻ പറയും. ഞാൻ പിന്നെ കുറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വീണത മിഷനിലൊക്കെ ആക്കാറുണ്ട്. പിന്നെ നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നില്ലല്ലോ. ഞാനിപ്പോ മുഖത്ത് നോക്കിയിട്ട് എന്റെ കണ്ണിലേക്ക് നോക്കി എന്ന് പറയുമ്പോഴത്തേക്കും കണ്ണടച്ചില്ലേ, ബ്ലിങ്ക് റേറ്റ് കൂടിയില്ല. ഒന്ന് ഷോർട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് തരണേ. ഞാൻ കണ്ണിലേക്ക് വെക്കാൻ പറഞ്ഞപ്പോൾ ബ്ലിങ്ക് റേറ്റ് കൂടിയാളുടെ കിട്ടും. ആ ബ്ലിങ്ക് റേറ്റ് കൂടിയതിന്റെ ഒരു റീസൺ ഉണ്ട്. അല്ല ഞാൻ പറയാം, ഇപ്പൊ കാലിട്ട് പിന്നെ ആട്ടാൻ തുടങ്ങി, അതിനൊരു റീസൺ ഉണ്ട്. ഇപ്പൊ എന്റെ സബ്ജക്റ്റിലോട്ട് വന്നില്ലേ, ഇത്രയും നേരം ക്വസ്റ്റ്യൻ എയറിലോട്ട് ഇരുന്ന ആളിപ്പം ഞാൻ എന്തോ മെന്റലിസം ചെയ്യാൻ പോവാണെന്ന് പ്രതീക്ഷിച്ചില്ലേ? കാര്യം പറയട്ടെ, ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്തോ പ്രതീക്ഷിച്ചില്ലേ? പക്ഷെ ആ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാത്തിടത്തോളം കാലം എനിക്ക് എന്തുകൊണ്ടോ ചെയ്യാം. ഞാനിപ്പം മനസ്സിലുള്ള കാമുവിന്റെ പേര് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു പാട്ട് കണ്ടുപിടിക്കും. കാമുവിന്റെ പേര് എന്തെങ്കിലും കിട്ടില്ല. ഇപ്പം 100ഓളം കാമുമാർ ഉണ്ടെന്നല്ലേ, അങ്ങനെ ക്രഷ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അങ്ങനൊക്കെ പറയൂ. അതൊന്നും കരുതി ആരും നീ ക്രഷ് എടുത്ത് പറയാതിരിക്കരുത് എന്നോട്. ഓക്കെ ചേട്ടൻ ഇതിനൊക്കെ ഇതൊന്നും കട്ട് ചെയ്യരുത്. അല്ല ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങാനുള്ളതാണ്. ഇതുപോലെ എന്തിനാ വന്നേ? പോവാൻ വേണ്ടി വന്നേട്ടാ. ഈ ചേട്ടൻ ഇതിനു മുമ്പ് പ്രിപ്പയർ ചെയ്യല്ലോ. അപ്പൊ നിങ്ങളിത് പ്രിപ്പറേഷൻ ഒക്കെ നടക്കണത്, നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണോ? ബുക്സുകൾ വായിക്കും? ഇതുപോലുള്ള ക്രൈസി ആയിട്ടുള്ള ആൾക്കാരെ എനിക്ക് കിട്ടും പണ്ട് മുതലേ അങ്ങനെ. അപ്പൊ അവരിലെ ഞാൻ പ്രിപ്പയർ ചെയ്യും. അവര് പോലും അറിയില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ വരികയാണ് ചേട്ടൻ്റെ അടുത്തേക്ക്. എനിക്ക് ഈ മെന്റലിസം ഒന്നും വിശ്വാസമില്ല, എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല, ഇതൊക്കെ എന്താന്നുള്ളൊരു ചോദ്യം ചോദിച്ചു വരുന്നത്. അപ്പൊ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അങ്ങനെ ഒരാൾ വന്ന ചേട്ടൻ ഇത് വർക്കൗട്ട് ആവോ?
കഴിയും. അങ്ങനെയുള്ളവരെയാണ് എനിക്കിപ്പോ കൂടുതലും പറ്റുന്നത് ചെയ്യാനായിട്ട്. അല്ലേ നമ്മളിതിനെ എതിർത്ത് നിൽക്കുമ്പോഴേ ഒരുപാട് ഡിഫെൻസീവ് ആയാൽ പറ്റില്ല. ഇപ്പം എന്നെ ഡിഫൈറ്റ് ചെയ്യാൻ ഇത്രേ ഉള്ളൂ, എന്റെ മനസ്സ് വായിക്കാൻ നിനക്ക് പറ്റില്ലടാ എന്ന് വിചാരിച്ചോണ്ടിരുന്നാ മതി. ഞാൻ ഒരു തരത്തിലും പിടിയേറില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞ് നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഒപ്പോസ് ചെയ്ത് ഞാൻ എന്താണോ ചിന്തിക്കാൻ പറയുന്നത് ചിന്തിക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. കിട്ടില്ലല്ലേ, അതാണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞത്. കിട്ടാൻ പാടാണ്, പക്ഷെ അതും കൂടെ കിട്ടാനുള്ള സമയത്ത് തന്നെയാണ് ഞാൻ ഇപ്പം. ചേട്ടൻ 2ാം ക്ലാസ് എങ്ങാനും പാട്ട് പഠിച്ചെന്ന് പറഞ്ഞില്ലേ? വേണ്ട, ഇല്ല പാട്ട് പഠിച്ചതൊന്നുമില്ല. അത് ഞാൻ ഈ പണ്ട് ഐഡിയ സ്റ്റാർ സിംഗർ കണ്ടിട്ടേ ഐഡിയ സ്റ്റാർ സിംഗറിൽ പോകാൻ വേണ്ടിയിട്ട് പാടിയത്, പാട്ട് പഠിക്കാൻ പോയതാ. എന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്തില്ല? കണ്ടിന്യൂ ചെയ്യാത്ത എന്താ, അവിടെ പഠിക്കാൻ പോയപ്പോഴത്തേക്ക് എന്നെ ഏറ്റവും ബാക്കി പിടിച്ചിരുത്തി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ പാട്ട് കൊള്ളത്തില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയൊന്നുമില്ല, നമ്മള് ബാക്ക് ബെഞ്ചേഴ്സ് ആണ് മുന്നിലേക്ക് വരാൻ. കണ്ടോ, ഒരു കാര്യമില്ലാണ്ട് ഇരുന്ന് തന്നെ അവര് എന്തിനാ കൂടെ പിടിച്ചോണ്ടോ എനിക്ക് പോലും അറിയില്ല. പാട്ട് പാടും? ഇല്ല, ചുമ്മാ പാട് ഒരു പാട്ട്, വെറുതെ പാട് പാടുന്നേ പ്ലീസ്, പാട് ഒരു പാട്ട്, വെറുതെ പാട്. ആണോ? ആ പാട്, ദൂരെ കിഴക്കുതിക്കും പാട്. അതൊന്നും എനിക്കറിയില്ല. പിന്നെ അത് അറിയുന്നില്ല. ഏതാ പാടാം? ഞാൻ പാടാം. ഒരാൾ ഇങ്ങനെ 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 നിർബന്ധിക്കുമ്പോ നമ്മൾ പാടണല്ലോ. ചെലപ്പം കൊളാവും, കേളായാലും കേട്ടിരിക്കാം. മെന്റലിസ്റ്റ് രേവതി ഇന്റർവ്യൂ ചെയ്തത് കണ്ടാൽ ഞെട്ടണം. കൊറേ ഞെട്ടിച്ച് നിങ്ങൾ കൊറേ നേരം. ബാബരാമൻ, അയ്യോ അതും പോയി. ഇത് അത് പോയി. എന്താ പറഞ്ഞത്? പാട്ട് ആണോ? എനിക്ക് വരൂല. ഞാൻ ഡാൻസറാണ് സംഭവം പറഞ്ഞാല്. എനിക്ക് ഡാൻസ് എനിക്ക് 2 സ്റ്റെപ്പ് കളിക്കാൻ പറയണമെന്നുണ്ട്. പിന്നെ വേണ്ട, ഞാൻ പാടണല്ലേ. എനിക്ക് എന്താ അറിയോ, 2ാമത്തെ വരി വരുന്നില്ലേ? അറിയുന്നല്ലോ പാടിയത്. എന്നിട്ട് വേണം വെറുതെ പാട്ടിനെ കൊന്നൊക്കെ പറഞ്ഞിട്ട് പണി വരാൻ. എന്നെ നോക്കി, എന്റെ കണ്ണീന്ന് മാറരുത്, എന്നിട്ട് പാട്. കണ്ണീ നോക്കിയാലാണോ വരാത്തത്? വരാത്ത, പക്ഷെ ഇപ്പൊ വരും. പാട്, എന്റെ കണ്ണി നോക്കി ശരിക്കും പാട്. കണ്ണി നോക്കി പാട്. कागज के जो पंख लेते उड़ा चल जाए रे, जहाँ नहीं जाना जाए वही चल आए रे. പിന്നെ ചോദിക്കുമ്പം ഇപ്പം കുറെ ഫേമസ് ആയതുപോലെ വേൾഡ് ഫേമസ് ആയ ആളുകളുണ്ടല്ലോ, അതിലൊരു ഫേവറിറ്റ് ആള് എന്തുകൊണ്ട്? ഒരുപാട് പേരുണ്ട് അങ്ങനെ. ധോണി ഫാനാണ്. ഈ ഫീൽഡിൽ അങ്ങനെ എനിക്ക് ഇഷ്ടമുണ്ട്. ഇപ്പൊ പുറത്തുള്ള പീറ്റർ ടർണറിനെയൊക്കെ ഇഷ്ടമാണ്, ഡേവിഡ് ബ്ലെയിനെ ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. ഞാൻ ഗൂഗിളിൽ നോക്കി കുറെ ആൾക്കാർ കണ്ടുപിടിക്കുന്നു, പേര് പ്രൊണൗൺസ് ചെയ്യാൻ കഴിഞ്ഞില്ല. കുറെ ആൾക്കാർ ഇഷ്ടമാണ്. പിന്നെ ദ ബിഗ്ഗസ്റ്റ്, നമ്മളെ ഇഷ്ടപ്പെട്ട് ബിഗ്ഗസ്റ്റ് കോമ്പറ്റീറ്റർ നമ്മളെ ആയിട്ട് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്റെ ബിഗ്ഗസ്റ്റ് കോമ്പറ്റീറ്റർ ആയിട്ട് ഞാൻ എന്നെ തന്നെയാണ് ഇപ്പൊ കാണുന്നത്. അതല്ലേ, അതാണ് നല്ലതെന്ന് തോന്നുന്നു. അതങ്ങനെ അഹങ്കാരം പറഞ്ഞില്ല കേട്ടോ, അത് എല്ലാരും ചെയ്യണം എന്ന് പറയാൻ പറഞ്ഞതാ. അല്ല, എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം വേറെ ആരുമില്ല. കൂടുതൽ നവീകരിക്കപ്പെട്ട ഞാൻ ആവാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്, അല്ലാതെ ആരെയും ഇമിറ്റേറ്റ് ചെയ്യാനല്ല. അതേപോലെ തന്നെ ചേട്ടൻ സ്ട്രെസ്സിൽ നിൽക്കുന്ന സമയത്ത്, ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് ഇത് വർക്കൗട്ട് ആവും. മെന്റലിസോ? സ്ട്രെസ് ഇല്ലാന്ന്? സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ് പോയിന്റ് വരുന്നത് എപ്പോഴാണെന്ന് അറിയോ? സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ഷോയ്ക്ക് നിൽക്കുമ്പോൾ ഭയങ്കര ചില്ലാണ്, ഞാൻ ഇങ്ങനെ ആയിരിക്കും ഷോയ്ക്ക് നിൽക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഭയങ്കര ചില്ലാണ്. മീൻസ് പുറമേ ഭയങ്കര ചില്ലാണ്, പക്ഷെ ഉള്ളിൽ അത്യാവശ്യം നല്ല കോൺഷ്യസ് ആണ്. കാര്യം ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഒരു കാര്യം പണി കിട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിലോ അത് ഭയങ്കരമായിട്ട് പ്രശ്നം വരും. ആയിരക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയാണ്, തെറ്റിക്കാൻ പറ്റില്ലല്ലോ. ഇതുപോലെ ആവരുതെന്നല്ലേ? ഏതുപോലെ? എന്നെ പോലെ. പക്ഷെ ഇതുപോലത്തെ ആൾക്കാരെ എനിക്ക് ഷോയ്ക്ക് ഇഷ്ടം. ഇതെന്തെങ്ങനെ വരുന്നത് എനിക്കറിയില്ല. അല്ല, ചേട്ടൻ എന്നെ കണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലാവില്ലേ? സംഭവം എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. അതൊക്കെ വരും. പിന്നെ ഇപ്പൊ എന്താണ്, ഇതുപോലെ തന്നെ അല്ലേ, എന്താ പറയാ, ഈ മെന്റലിസം ചെയ്യുന്നതിന് മുന്നേ നമ്മളിപ്പോ ഇതിനെ താല്പര്യമില്ലാത്ത ഒരാളെ കൺവിൻസ് ചെയ്തെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാറില്ല ഞാൻ. അങ്ങനെ അവർക്ക് താല്പര്യം വേണം. അങ്ങനെയല്ല, ഞാനിങ്ങനെ ഇങ്ങോട്ടാ ഞാൻ മെന്റലിസം കാണിച്ചു പറഞ്ഞിട്ടൊന്നും ഞാൻ ചെയ്യില്ല. നമ്മളിപ്പോൾ ചോദിക്കുന്നവരടുത്ത് നമുക്ക് പറ്റിയാൽ ചെയ്യാം, അത്രയാണ്. ഞാൻ ഈ സ്ട്രീറ്റിൽ റാൻഡം വീഡിയോസ് ചെയ്തിരിക്കുന്നതിൽ ഒരു 90% നമ്മൾ ചുമ്മാ നടക്കും, ക്യാമറ എടുത്തോണ്ട് നടക്കുന്ന സമയത്ത് ഓക്കെ തിരിച്ചറിഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് ചോദിക്കും. അത് ചോദിക്കും, ഓക്കെ ചെയ്യാം, ഷൂട്ട് ചെയ്തോട്ടെന്ന് ചോദിക്കും. ആ പരിപാടിയൊക്കെ ഞാൻ ഇപ്പം നിർത്തി. ഇപ്പം അങ്ങനെയുള്ള ലൈക്ക് ഇപ്പോൾ കണ്ടുവരുന്ന പണ്ട് നമ്മൾ ചെയ്തു വെച്ച സാധനങ്ങളെല്ലാം നിർത്തി. ഇനി അതൊന്നും ഉടനെ ഒന്നും ചെയ്യുന്നില്ല, കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവൽ സാധനങ്ങളായിരിക്കും. ഈ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിരുന്ന ചേട്ടനും ഇപ്പൊ ചെയ്തിരുന്ന ഇങ്ങനത്തെ ഷോകൾ ചെയ്യല്ലേ, അപ്പൊ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? കുറച്ചുകൂടെ ഏജിന്റേതായിട്ടുള്ള കുറച്ച് പക്വത വന്നിട്ടുണ്ടാവണം, അത്രയാണ്, വേറെ ഒന്നുമില്ല.
എന്നാലും പാട്ട് പാടിയില്ല. ഞാൻ പാടി. പാട്ട് ഞാൻ പാടില്ല. കമോൺ, വേണ്ട. ഇത്രയും മോട്ടിവേറ്റ് ഒക്കെ ചെയ്തിട്ട് പാട്ട് വന്നിട്ടാന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ എന്താ ഇത് കാരണം ചേട്ടന് വല്ല പ്രൊജക്ടുകളും ഫ്യൂച്ചറിൽ ഇറക്കാൻ? ഒരു മൂവി ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അത് ഇപ്പൊ ചെയ്യുന്നില്ല. ഉടനെ അഭിനയിക്കാനോ അതോ? അത് നിങ്ങൾ നേരത്തെ പറഞ്ഞതാ. അഭിനയിക്കാനല്ല, എനിക്കൊരു ഞങ്ങളൊരു സ്ക്രിപ്റ്റ് വർക്കിങ്ങില്ല ഒരു സിനിമയുടെ. ചിലപ്പോൾ അത് ചെയ്യും, ഇല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യും. അതില് പ്രൊഡ്യൂസർ ചേട്ടൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തു, സ്ക്രിപ്റ്റിന്റെ ഒരു ഓൾമോസ്റ്റ് ആയി. പിന്നെ ഞാൻ ഈ സീക്രട്ട് ലെറ്ററിന്റെ തിരക്കുകൾ ആയതുകൊണ്ട് നമ്മളൊരു ഷോ ഇറങ്ങുന്നുണ്ട്, സീക്രട്ട് ലെറ്റർ എന്ന് പറഞ്ഞിട്ട്. മെയ് 25-ന് ടാഗോർ തിയേറ്ററിലാണ്. അപ്പൊ അതിന്റെ തിരക്കുകളുണ്ട്. അപ്പം അതുകൊണ്ട് മണിച്ചിത്രത്താഴ് പോലെ ഒരു എന്താ സിനിമയോ ജേണറൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. കാണണം. ഷോയ്ക്ക് വാ, സീക്രട്ട് ലെറ്ററിന് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യട്ടെ ഞാൻ. ഫ്രീ ടിക്കറ്റ് കിട്ടുമോ? സെറ്റാക്കാം. എനിക്ക് സെറ്റാക്കാം. പൈസ അല്ലേ? ഇതിപ്പോ ഓരോ ഇന്റർവ്യൂവിനും ഞാൻ ഓരോ ഫ്രീ ടിക്കറ്റ് കുഴപ്പമില്ല, സന്തോഷം. അല്ല, എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ ചേട്ടനല്ലേ, അപ്പൊ അതെനിക്കൊന്ന് കൺസിഡർ ചെയ്യാം. കഞ്ഞി ഇന്റർവ്യൂ എന്നല്ലേ ആദ്യം പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ തരാം. സന്തോഷം. അല്ല, നമ്മള് മെയ് 25-ന് സീക്രട്ട് ലെറ്റർ എന്ന് പറഞ്ഞൊരു ഇവന്റ് നടക്കുന്നുണ്ട് ടാഗോർ തിയേറ്ററിലാണ്. അത് മാറ്റാനുള്ള ഒരേ ഒരു കാരണമായിട്ട് ഞങ്ങളിപ്പോ പേടിക്കുന്ന ഒരു വിഷയം, ടാഗോർ തിയേറ്റർ ഒരു ഗവൺമെന്റ് തിയേറ്റർ ആണ്. അവിടെ ഗവൺമെന്റ് ഫംഗ്ഷൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രം ആ ഡേറ്റ് മാറും, ഇല്ലെങ്കിൽ ആ ഡേറ്റ് നമ്മുടെ ഷോ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വായു. മെന്റലിസത്തിന്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഷോ ആണ്, കുറെ നാളത്തെ വർക്കാണ്. സന്തോഷം. അതിന്റെ ടിക്കറ്റ്സിന്റെ കാര്യം ഞാൻ പറയാം. അത് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സീക്രട്ട് ലെറ്റർ ടിക്കറ്റ് ബുക്കിംഗ് പ്രൊസീജിയേഴ്സ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. വാട്സപ്പ് വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. സന്തോഷം, ഇത്രയും നേരം സംസാരിച്ചത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ടെൻഷൻ ഇല്ല. അതാണ് എനിക്ക് ഇനി വേണമായിരുന്നു നല്ലൊരു ഇന്റർവ്യൂ. പൊളിച്ചിട്ട് വാ. താങ്ക് യു. കൺക്ലൂഡ് ചെയ്യ്. അതിപ്പോ എങ്ങനെയാ പറയുക? അപ്പൊ നമ്മുടെ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ച ചേട്ടനും എൻ്റെയും മണ്ടത്തരങ്ങൾ കണ്ടിരുന്ന നിങ്ങൾക്കും എൻ്റെ വളരെ വലിയ താങ്ക് യു. ആൻഡ് പിന്നെയും കാണാൻ പറ്റും. ഓക്കെ, സന്തോഷം. ഓക്കെ.